കേരളത്തിൽ ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന് നിൽക്കുന്ന ഒട്ടനവധി കഥകളുണ്ട്. അതിൽ ഇന്നും ഉത്തരം കിട്ടാത്ത നിഗൂഢതയായി അവശേഷിക്കുന്ന ഒന്നാണ് കടമറ്റത്ത് കത്തനാരുടേത്. വെറുമൊരു പുരോഹിതനായിരുന്നില്ല അദ്ദേഹം. ദുഷ്ടശക്തികളെ വിറപ്പിച്ച അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു അമാനുഷിക വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ശരിക്കും കടമറ്റത്ത് കത്തനാർ ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ മാന്ത്രിക ശക്തിക്ക് പിന്നിലെ രഹസ്യം എന്താണ്? നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. കോട്ടയം ജില്ലയിലെ കടമറ്റത്താണ് അദ്ദേഹം ജനിച്ചത്. പൗലോസ് എന്നായിരുന്നു പേര്. ചെറുപ്പത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അദ്ദേഹത്തെ വളർത്തിയത് കടമറ്റത്തെ പള്ളിയിലെ പുരോഹിതനായിരുന്നു. ഒരിക്കൽ കാട്ടിൽ വഴിതെറ്റിയ പൗലോസ് ചെന്നെത്തിയത് മന്ത്രവിദ്യകൾ വശമുള്ള മലയരന്മാരുടെ തടവിലാണ്. അവിടെ വെച്ച് നീണ്ട 12 വർഷം അദ്ദേഹം അവർക്കൊപ്പം കഴിഞ്ഞു. അവരുടെ ഏറ്റവും രഹസ്യമായ മന്ത്രങ്ങൾ പൗലോസ് പഠിച്ചെടുത്തു. ഒടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചെത്തിയത് പുതിയൊരു ശക്തിയുമായാണ്. കത്തനാരുടെ കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദുഷ്ടശക്തികളെ അടിച്ചമർത്തുന്നതാണ്. നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിരുന്ന ചോറ്റാനിക്കര യക്ഷിയെ കത്തനാർ തൻ്റെ മന്ത്രശക്തി കൊണ്ട് കീഴ്പ്പെടുത്തിയെന്നാണ് വിശ്വാസം. യക്ഷിയെ അവിടെ ആണിയിട്ട് തളച്ചുവെന്നും പിന്നീട് ആ യക്ഷി ചോറ്റാനിക്കര ദേവിയുടെ സാന്നിധ്യത്തിൽ മോക്ഷം നേടിയെന്നും കഥകൾ പറയുന്നു. കായംകുളം കൊച്ചുണ്ണിയെപ്പോലുള്ള കരുത്തരെ പോലും കത്തനാർ തൻ്റെ ബുദ്ധിശക്തി കൊണ്ടും മന്ത്രശക്തി കൊണ്ടും നേരിട്ടിട്ടുണ്ട്.